ഹൃദയം ഭാഗം 16. ഉണ്ണി, മോളെയും കൊണ്ട് നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിലേക്കൊക്കെ ഒന്ന് പോയിട്ട് വായോ. അമ്മ പറഞ്ഞതും ഗൗതം അനുവിന്റെ അടുത്തിരിക്കുന്ന ദീപുവിനെ ഒന്ന് നോക്കി. വേഗം ഒരുങ്ങി വായോ ദീപു. തലയാട്ടി അവൾ എഴുന്നേറ്റ് മുകളിലേക്ക് ഓടിയിരുന്നു. ഗൗതം മുറിയിലേക്ക് ചെല്ലുമ്പോൾ ദീപു സാരിയുമായി മൽപ്പിടുത്തത്തിലാണ്. ഒരുങ്ങി കഴിഞ്ഞില്ലേ പെണ്ണേ? ഈ പ്ലീറ്റ്സ് എടുത്തിട്ട് ശരിയാവുന്നില്ല ഗൗതം. എവിടെ നോക്കട്ടെ. ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ടവൻ അവൾക്കരികിലേക്ക് നടന്നു. വേണ്ട ഗൗതം, ഒരുങ്ങിക്കോ, ഇത് ഞാൻ റെഡിയാക്കാം. വേണ്ടെന്നേ, ഞാൻ പ്ലീറ്റ്സ് എടുത്തു തരാം. ഒരു കുസൃതി ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഗൗതം സാരിയുടെ മുന്താണി വലിച്ചതും ദീപു നെഞ്ചിനു കുറുകെ കൈവച്ചു. അത് കണ്ടതും അവളെ ഇടുപ്പിലൂടെ കൈയിട്ട് ചേർത്ത് നിർത്തിയവൻ. എന്തിനാ നാണം? ഞാൻ നിന്റെ കെട്ടിയനല്ലേടി പെണ്ണേ, ഞാൻ കാണാത്ത. പെട്ടെന്ന് ദീപു അവന്റെ വായ പൊത്തി. പ്ലീസ് ഗൗതം, വേണ്ട. അവളുടെ കൈക്കുള്ളിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് അവൻ അവളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ച് അവളുടെ കീഴ്ചുണ്ടിനെ നുണഞ്ഞെടുത്തു. അവളുടെ കൈകൾ അവന്റെ നെഞ്ചിൽ അമർന്നു. അവന്റെ വിരലുകൾ അവളുടെ നഗ്നമായ ഇടുപ്പിലൂടെ സഞ്ചരിച്ച് നട്ടെല്ലിൽ അമർന്നു. ദീപു ഒന്നുയർന്നു പൊങ്ങിക്കൊണ്ട് അവനെ മുറുകെ പുണർന്നു. അവളുടെ മാറ് തന്റെ നെഞ്ചിൽ അമർന്നതും ഗൗതമിന്റെ സിരകൾക്ക് ചൂട് പിടിക്കാൻ തുടങ്ങിയിരുന്നു. അവളെ മുറുകെ പുണർന്നുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് അവൻ മുഖം പൂഴ്ത്തി. ഗൗതം. വിറയലോടെ വിളിച്ചവളുടെ മിഴികൾ കൂമ്പി അടഞ്ഞു പോയിരുന്നു. ദീപു, ഐ നീഡ് യു. അവളുടെ തൊണ്ടക്കുഴിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ടവൻ പറയെ മറുപടി പറയാൻ കഴിയാതെ അവൾ കിതച്ചു. ഒരു തൂവല് പോൽ ഉയർന്നു പൊങ്ങിയവൾ ബെഡിലേക്ക് വീഴുമ്പോൾ അവന്റെ ഭാരം അവൾക്ക് അനുഭവപ്പെട്ടു. ഉടയാടകൾ അഴിഞ്ഞു വീണു. അവളുടെ ദേഹം അവന്റെ ചുംബനങ്ങൾ ഏറ്റുവാങ്ങി. അവന്റെ വിരലുകളുടെ ലാളനകൾ ഏറ്റുവാങ്ങി. അവന്റെ പ്രണയം താങ്ങാൻ കഴിയാതെ അവൾ വിയർത്തു പോയിരുന്നു. ഗൗതം. തളർച്ചയോടെ വിളിച്ചവളിലേക്ക് അവൻ തന്റെ പ്രണയം നിറച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ കിതപ്പോടെ അവളുടെ ദേഹത്തേക്ക് തളർന്നു വീണവനെ അവളുടെ കൈകൾ പൊതിഞ്ഞു പിടിച്ചു. ദീപു, ലവ് യു ഡി. ലവ് യു ടു ഗൗതം. അവളുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞൊഴുകി. എന്റെ ഗൗതം, എന്റെ പ്രണയം. അവളുടെ നാവിനാൽ അവൾ ഉരുവിട്ടതും അവനിൽ പുഞ്ചിരി നിറഞ്ഞു. വല്യച്ഛന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഗൗതമിന്റെ വിരലുകൾ ദീപുവിന്റെ വിരലുകളിൽ കോർക്കപ്പെട്ടിരുന്നു. അടുത്തു തന്നെ ആയതുകൊണ്ട് നടന്നാണ് പോയത്. ഒരുങ്ങാൻ പോയവർ താഴേക്കിറങ്ങാൻ നേരം വൈകിയതും അനു കളിയാക്കിയതായിരുന്നു. മുത്തശ്ശി 2 വഴക്ക് പറഞ്ഞതോടെ അവൾ നിർത്തി. വഴക്കല്ലായിരുന്നു, മുത്തശ്ശിയുടെ 2 വാക്ക്, അത്രേ വേണ്ടി വന്നുള്ളൂ. നിന്റെ കല്യാണം കഴിയുമ്പോ നീയും ഇങ്ങനൊക്കെ തന്നെ ആയിരിക്കും. ഇളിച്ചുകൊണ്ട് അനു അവരെ നോക്കുമ്പോഴും ചമ്മലോടെ നിൽക്കുകയായിരുന്നു ദീപുവും ഗൗതമും. ഒരുമിച്ച് നടന്നു പോകുന്ന ഇരുവരെയും കണ്ട് മുത്തശ്ശിയുടെയും ഗൗതമിന്റെയും അമ്മയുടെയും മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു. ശിവപാർവതിമാരെ പോലെ ഉണ്ട് അല്ലേ ലക്ഷ്മി? മുത്തശ്ശി പറഞ്ഞതിന് ചിരിയോടെ അവർ തലയാട്ടി. ഓരോരുത്തരുടെ വീട്ടിൽ കയറുമ്പോഴും സംസാരിക്കുമ്പോഴും എല്ലാം ഇരുവരുടെയും ചുണ്ടിൽ പുഞ്ചിരി തങ്ങി നിന്നു. പരസ്പരം നോക്കുന്ന ഓരോ നോട്ടങ്ങളിലും പ്രണയം തുടിച്ചു. വൈകിട്ട് തിരിച്ചു വരുമ്പോൾ അവൾ ആമ്പൽ നിറഞ്ഞ ഒരു കുളത്തിനടുത്തെത്തി. ആമ്പൽ വേണോ ദീപു? അവളുടെ കണ്ണുകളിലെ തിളക്കം കണ്ട് അവൻ ചോദിക്കെ അവൾ പുഞ്ചിരിയോടെ തലയാട്ടിയിരുന്നു. നീന്തിച്ചെന്ന് ഒരു പിടി ആമ്പൽ പൂക്കൾ തന്റെ പ്രിയതമയ്ക്കായി പറിച്ചുകൊണ്ടുവരുമ്പോൾ അവനിൽ അവളോടുള്ള പ്രണയം നിറഞ്ഞു നിന്നു. അവൻ നെഞ്ചോടടക്കി പിടിക്കുമ്പോൾ അവളിലും അവനോടുള്ള അടങ്ങാത്ത പ്രണയം തുടിച്ചു നിന്നിരുന്നു. രാത്രിയിൽ ആ ആമ്പൽപ്പൂക്കളാൽ അവളുടെ ഉടലളവുകളിൽ തഴുകിക്കൊണ്ട് അവയെല്ലാം തന്റെ ചുണ്ടുകളാൽ അവൻ സ്വന്തമാക്കിക്കൊണ്ടിരുന്നു. പ്രണയം തുടിച്ചൊരു ദിനം കൂടി അവർക്ക് സ്വന്തമായി.
പാതിര കഴിഞ്ഞിരുന്നു യദു ഫ്ളാറ്റിലെത്തുമ്പോൾ. ഒരു തുള്ളി പോലും കുടിക്കാതെയാണ് അന്ന് അവൻ വന്നത്. ബെല്ലടിച്ചതും ഉറക്കത്തിന്റെ ആലസ്യത്തിൽ നിന്നും എഴുന്നേറ്റ് വന്നതുപോലെ സാക്ഷി വാതിൽ തുറന്നു കൊടുത്തു. അവളെ ഒന്ന് വെറുപ്പോടെ നോക്കി അവൻ അകത്തേക്ക് നടന്നു. എവിടെയായിരുന്നു യദു? എത്ര നേരമായെന്നറിയോ ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നേ? ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചു പോയി. പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചിട്ട് യദു മുറിയിൽ പോയി ഡ്രസ്സ് മാറി. പിന്നെ ബാൽക്കണിയിൽ പോയി നിന്നു. യദു, വാട്ട് ഹാപ്പൻ ടു യു ബേബി? അവന്റെ പുറകിലൂടെ പുണർന്ന് അവന്റെ പുറത്ത് മുഖമമർത്തിക്കൊണ്ട് അവൾ വശ്യമായി പറഞ്ഞു, ഉള്ളിൽ പുച്ഛിച്ചുകൊണ്ട്. യദുവിന്റെ മുഖത്ത് കോപം നിറഞ്ഞു. അറപ്പോടെ അവളുടെ കൈകൾ വിടർത്തി മാറ്റി അവൻ പുറത്തേക്ക് നോക്കി നിന്നു. എന്താ യദു ഇത്? ഇപ്പോഴും നീ അവളെ നിന്റെ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞില്ലേ? സീ, നിന്റെ പെണ്ണ് ഞാനല്ലേ? നിന്റെ കുഞ്ഞല്ലേ യദു? ഈനഫ് സാക്ഷി, എപ്പോഴും അത് നീ എന്നെ ഓർമ്മപ്പെടുത്തണമെന്നില്ല. സ്വരം മയപ്പെടുത്തി അവൻ പറഞ്ഞു. അവൾ മുഖം അവന്റെ തോളിലേക്ക് മുട്ടിച്ചു നിന്നു. സോറി യദു, അത് പോട്ടെ. നീ എന്നെ എന്നാ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുക? എന്തിന്? നിന്റെ അമ്മയെ കാണിക്കാൻ. പിന്നെ പറയണ്ടേ നിന്റെ അമ്മയ്ക്കൊരു പേരക്കുട്ടി വരാൻ പോവുകയാണെന്ന്? അതിന് ഇതെന്റെ അമ്മയുടെ പേരക്കുട്ടി തന്നെയാണെന്ന് എന്താ ഉറപ്പ്? യദു, വാട്ട് യു മീൻ? അവളുടെ സ്വരം രൂക്ഷമായി. ഈ കുഞ്ഞിന്റെ തന്ത ഞാൻ തന്നെയാണെന്ന് എന്താ ഉറപ്പെന്ന്? സാക്ഷി ഞെട്ടുന്നത് വ്യക്തമായി അവൻ കണ്ടു. പെട്ടെന്ന് തന്നെ അത് മറച്ചു വെക്കുന്നതും. യദു, എന്തൊക്കെയായി പറയുന്നേ? നീ അല്ലാതെ പിന്നെ ആരാ? നമ്മൾ തമ്മിൽ ഫിസിക്കൽ റിലേഷൻ ഉണ്ടായിട്ടുള്ളതല്ലേ? പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു അവൻ. അതിപ്പോ എന്റെ കൂടെ മാത്രം നിനക്ക് അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ എന്ന് ഉറപ്പാണോ? യദു, വാട്ട് ഇസ് ദിസ്? നീ എന്നെ സംശയിക്കാണോ? എന്താ, നിനക്കിനി എന്നെ തള്ളിക്കളഞ്ഞിട്ട് അവളുടെ അടുത്തേക്ക് പോകാനാണോ? അതിനുള്ള യോഗ്യത എനിക്കില്ല സാക്ഷി. ദീപു, ഷീസ് എ ജം. ഒരു രത്നത്തെ ഉപേക്ഷിച്ച് കരിക്കട്ട സ്വന്തമാക്കിയവനാണ് ഞാൻ. എ റിയൽ ഫൂൾ. ഓ, ഇപ്പോ അവള് വലിയവളായോ? ഞാൻ വൃത്തിയിട്ടോളും. നീ തള്ളിക്കളഞ്ഞപ്പോഴേക്കും മറ്റൊരുത്തനെ, അതും നിന്റെ ഫ്രണ്ടിനെ തന്നെ മാരി ചെയ്ത അവളാണോ ഒരു പുണ്യാളത്തി? അതെ, അവളൊരു പുണ്യം തന്നെയാണ്. അവളിപ്പോ എത്തിച്ചേർന്നത് അർഹതപ്പെട്ട കൈകളിലും. എനിക്ക് അവളെ നേടാനുള്ള ഒരു യോഗ്യതയുമില്ല. അതെനിക്കിപ്പോ നല്ല ബോധ്യമുണ്ട്. പിന്നെ നീ എന്താ പറഞ്ഞേ? എന്റെ ഫ്രണ്ടിനെ പിടിച്ചെടുത്ത് കല്യാണം കഴിച്ചു എന്നല്ലേ? അപ്പൊ നീയോ? സാക്ഷി ഞെട്ടി. ഞാൻ എന്ത് ചെയ്തു എന്നാ? സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ശിക്ഷാർഹമാണ്. ഇവിടെ ചുവടെ കൊടുക്കുന്നവ ഈ കഥയ്ക്ക് വേണ്ടി മാത്രം ചേർക്കപ്പെട്ടിട്ടുള്ളതാണ്. യദുവിന്റെ കണ്ണുകൾ കുറുകി. ഞൊടിയിടയിൽ അവളെ വലിച്ച് ചുവരോട് ചേർത്ത് നിർത്തിയവൻ. വേദന കൊണ്ട് അവളുടെ മുഖം ചുളുങ്ങി. അവന്റെ കൈകൾ വിടുവിക്കാൻ ശ്രമിച്ചെങ്കിലും അവയുടെ മുറുക്കം കൂടിയതേ ഉള്ളൂ. നീ ഒന്നും ചെയ്തില്ലേ? ഇല്ല. ഈ വയറ്റിൽ കിടക്കുന്നത് എന്റെ കുഞ്ഞു തന്നെ ആണോടി? പകച്ചുകൊണ്ടവൾ അവനെ നോക്കി. അവന്റെ മുഖത്തെ ക്രൂരത നിറഞ്ഞ ഭാവം അവളെ ഭയത്തിലാഴ്ത്തി. യദു, എന്തിനാ ഇങ്ങനെയൊക്കെ? ഇത് നിന്റെ കുഞ്ഞ് തന്നെയാ. അപ്പോ വിവേകോ? അവളിലെ ഞെട്ടൽ പൂർണ്ണമായിരുന്നു. വിവേകോ? യെസ്, വിവേക് തന്നെ. അവന് നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൽ ഒരവകാശം ഇല്ലെന്നാണോ? യദു, നീ ഇതെന്തൊക്കെയാ? സ്റ്റോപ്പ് ദിസ് ഡ്രാമ സാക്ഷി. ഇനിയും എന്നെ വിഡ്ഢിയാക്കാന്ന് നീ കരുതണ്ട. ഒരേ സമയം 2 ആണുങ്ങളുടെ കൂടെ കിടന്ന നിന്നെ ഞാൻ എന്താ വിളിക്കേണ്ടത്? പറയടീത്. അവന് നീയും കൂടെ എന്നെ അങ്ങ് ഉണ്ടാക്കാന്ന് കരുതിയോ?
അത് പറയുന്നതിനൊപ്പം അവന്റെ കൈകൾ അവളുടെ കഴുത്തിൽ മുറുകി. പ്ലീസ്. വാക്കുകൾ അവളുടെ തൊണ്ടയിൽ കുരുങ്ങി. നിനക്കെന്റെ സ്വത്ത് വേണം അല്ലേടി? എന്നിട്ട് എന്നെയും എന്റെ അമ്മയെ അച്ഛനെ അവസാനിപ്പിച്ചിട്ട് നിനക്ക് അവന്റെ ഒപ്പം പോയി സുഖമായിട്ട് ജീവിക്കണം അല്ലേടി? ഞാൻ നിന്നെ ജീവിപ്പിക്കാം. ശ്വാസം കിട്ടാതെ അവൾ പിടയാൻ തുടങ്ങി. എപ്പോഴോ കിട്ടിയ ശക്തിയിൽ അവനെ തള്ളി മാറ്റി അകത്തേക്ക് ഓടാൻ ശ്രമിച്ചവളെ അവൻ പിടിച്ചു വലിച്ച് ബാൽക്കണിയുടെ ഫ്ലോറിലേക്ക് വലിച്ചിട്ടു. യദു, വിട്. അവനിലെ മൃഗം ഉണർന്നിരുന്നു. നിനക്ക് ഞാൻ ഒരു പൊട്ടനാണല്ലടി? ഈ പൊട്ടന്റെ കരുത്ത് നിന്നെ ഞാൻ ശരിക്കും കാണിച്ചു തരാം. എന്നിട്ട് നിന്നെ ഞാൻ വിടുന്നുണ്ട് നല്ല സുഖമായിട്ട് കഴിയാൻ. പറയുന്നതിനൊപ്പം അവളുടെ ഡ്രസ്സുകൾ അവളിൽ നിന്നും പറിച്ചെറിഞ്ഞു അവൻ. അലറിക്കരഞ്ഞു എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും അവയൊന്നും അവൻ ചെവിക്കൊണ്ടില്ല. അവളെ അവൻ കടിച്ചു കുടഞ്ഞു, ക്രൂരമായി, അവൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത രീതിയിൽ. അവന്റെ ശക്തിയിൽ എതിർക്കാൻ കഴിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒടുവിൽ തളർന്നു പോയവളെ അവൻ കൈകളിൽ കോരിയെടുത്ത് ബാൽക്കണിയുടെ റെയിലിന് മുകളിലേക്ക് ഉയർത്തി. നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഓർത്ത് എനിക്ക് വിഷമമുണ്ട്. പക്ഷേ നിന്നെപ്പോലെ ഒരുത്തിയുടെ വയറ്റിൽ രൂപം കൊണ്ടതുകൊണ്ട് മാത്രം ആ കുഞ്ഞിനെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ല. സാക്ഷിയുടെ കണ്ണുകൾ പേടിയോടെ മിഴിഞ്ഞു. യദു, പ്ലീസ് പ്ലീസ്, വേണ്ടടാ. അവന്റെ മുഖത്തെ ചിരി വികൃതമായി. ഗുഡ് ബൈ സാക്ഷി. അവൻ കൈകൾ ഒന്നുയർത്തി വിട്ടു. നോ! ആ കെട്ടിടത്തിന്റെ 6ാം നിലയിൽ നിന്നും ഒരു അലർച്ചയോടെ ഒരു തൂവൽ പോലെ സാക്ഷി നിലത്തേക്ക് പതിച്ചു. അവൾക്ക് ചുറ്റും ചോര പടർന്നൊഴുകി. നിലത്തേക്ക് പതിച്ച നിമിഷം തന്നെ അവൾ ഒന്ന് പിടഞ്ഞു. പിന്നെ നിശ്ചലമായി. താഴേക്ക് നോക്കി നിന്ന യദുവിന്റെ കണ്ണുകൾ തിളങ്ങി. മുഖത്ത് ക്രൂരമായൊരു ചിരി വിരിഞ്ഞു. തുടരും. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ പറയണേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരും പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.